മീൻ പിടുത്തമൊന്നുമല്ല, കുക്കിംഗ് വീഡിയോ. വേറെ ആരുമല്ല, ഞാനാണ് ഗൈസ്. അപ്പൊ നമുക്ക് നേരെ എന്താണ് കുക്കിംഗ് വീഡിയോ ഇളക്കാം ഗൈസ്. ഗൈസ് നമുക്കപ്പോ നേരെ അടുപ്പ് കത്തിക്കാം. നമുക്ക് നേരെ പാത്രം എടുത്ത് വയ്ക്കാം ഗൈസ്. പാത്രം ചൂടായിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇത്തിരി നെയ്യ് ഒഴിക്കാം. ഗൈസ് ഒരു 4 പഴമുണ്ട്. 4 പഴവും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ പഴമാണ് ഗൈസ്. നമുക്ക് നേരെ പഴം ഇടാം. ഗൈസ് നമുക്ക് ഈ പഴം ഒന്ന് വഴറ്റിയെടുക്കാം. ഗൈസ് നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കാം. നമുക്ക് തീ കൂട്ടി വെച്ചിട്ട് ഇനി നമുക്ക് ഇത് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഗൈസ് വെളിയിൽ നല്ല സൂപ്പർ മഴ ഉണ്ട് ഗൈസ്. അതിന് കാണിച്ചു തരാം. നിങ്ങൾ കണ്ടാ ഗൈസ് എന്തോ ഒരു വൈബും നോക്കിയാണ് ഗൈസ്. ഗൈസ് നല്ലതായിട്ട് വഴങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഗൈസ് നേരത്തെ വഴറ്റിയ പഴമാണ് ഗൈസ്. നമുക്കിതിങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഗൈസ് ഇത് 3 മുട്ടയാണ് കേട്ടോ ഗൈസ്. ഇനി നമുക്ക് ഗൈസ് 4 ഏലക്ക ചതച്ചതാണ് ഗൈസ്. നമുക്ക് നേരെ മുട്ടയിലിട്ടെടുക്കാം ചെയ്യാം ഗൈസ്. ഇത് ബ്രെഡ് ഇത് പൊടിച്ചതാണ്. ഇത് നമ്മൾ 3 ടേബിൾ സ്പൂൺ എടുത്ത് ഈ മുട്ടയിലോട്ട് ഇടണം. നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്യാം ഗൈസ്. നിങ്ങളെ അമ്മമാർ ഇങ്ങനെ ഉണ്ടാക്കണുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണേ ഗൈസ്. ഗൈസ് ഇത് പാലാണ്. ഇനി നമ്മൾ ഇതിലോട്ട് ഇത്തിരി പാൽ ഒഴിച്ചു കൊടുക്കാം ഗൈസ്. നമ്മൾ പാൽ ഒഴിച്ചു. നമുക്ക് തന്നെ മിക്സ് ചെയ്യാം ഗൈസ്. ഇനി നമ്മൾ നേരത്തെ ഇതാക്കി വെച്ച പഴത്തിലോട്ട് നമുക്കിത് ഇതായി കൊടുക്കാം. ഗൈസ് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. ഗൈസ് ഇത് നമ്മൾ മിക്സ് ചെയ്ത് ഗൈസ് ഇത്രയും കട്ടി വേണ്ട ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഇതിൽ പാൽ ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യാം. ഇതാണ് ഗൈസ് ഇതിൻ്റെ കറക്റ്റ് പരുവം ഗൈസ്. ഇതാണ് ഗൈസ്. ഇത് ലൂസും അല്ല ഇത്തിരി ടൈറ്റും അല്ല ഗൈസ്. ഇതിനകത്ത് നേരെ ഗ്യാസ് കത്തിക്കാം. ഇതിനകത്ത് ഇത്തിരി നെയ്യ് ഇട്ട് കൊടുക്കണം. നെയ്യ് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതെടുത്ത് പാത്രത്തിലോട്ട് ഒഴിക്കുക ഗൈസ്. നെയ്യ് ഒഴിക്കാം. ഗൈസ് ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഗൈസ് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ഗൈസ്. നമ്മളിത് മറിച്ചിട്ട് ഗൈസ് നമുക്ക് അടച്ചു വയ്ക്കാം ഗൈസ്. നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഗൈസ്. നമുക്കിനി ഇത് വേറെ പാത്രത്തിലോട്ട് മാറ്റാം ഗൈസ്. നമുക്കപ്പം നേരെ മുറിച്ച് വെക്കണം. സ്റ്റേഷൻ തന്നതാ.
ഉണ്ട് ഗൈസ്. നമ്മളിത് എപ്പോഴും ഈവനിങ് സ്നാക്കായിട്ടാണ് നമ്മളിത് കഴിക്കുന്നത്. ഇതിൻ്റെ പേരെന്തേലും നമുക്കറിഞ്ഞൂടെ. നമ്മളിപ്പം പറയുന്നത് പറഞ്ഞാൽ പഴം നെയ്യ് അങ്ങനെയാണ് ഗൈസ് നമ്മൾ ഉണ്ടാകുന്നത്. ഇത് നല്ല ഹെൽത്തി ഫുഡാണ്. ഇത് നമ്മൾ ഇതിൻ്റെ പേരൊന്നും നമുക്കറിയത്തില്ല. നമ്മൾ പഴവും പഴത്തിൻ്റെ കൂടെ നെയ്യിട്ട് പൊരിച്ചിരിക്കുന്നതാണ്. നല്ല ടേസ്റ്റാണ്. എനിക്കിത് അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ്, ഷെയർ, നിങ്ങളെ കൂട്ടുകാർക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ്. എല്ലാവരും മസ്റ്റായിട്ട് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി വെക്കണം ഗൈസ്. ഭയങ്കര ടേസ്റ്റാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ.